ഇന്നൊരു ലേഡീസ് ഓൺലി എപ്പിസോഡാണ്. അതുകൊണ്ടാണ് ഞാൻ മാത്രം. അപ്പൊ ചെക്കന്മാരും കാണരുത്. ഓക്കെ, വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വിളിക്കുക. കാണിച്ചു. ഓ, ഇത്രയും വിനയം വേണ്ട. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോയില്. ഇന്നൊരു ലേഡീസ് ഓൺലി എപ്പിസോഡാണ്. അതുകൊണ്ടാണ് ഞാൻ മാത്രം. അപ്പോൾ ഇവിടെ കാണുന്നവരൊക്കെ അവരുടെ ഫാമിലീനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. സിസ്റ്റർ അല്ലെങ്കിൽ ഉമ്മ, വൈഫ് ആർക്കാണെങ്കിൽ കാണിച്ചു കൊടുക്കുക. അതല്ല, ലേഡീസ് ഓൺലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണും. കണ്ടിട്ടില്ലേ ട്രെൻഡിങ്ങിലൊക്കെ വരുന്ന വീഡിയോസ് ലേഡീസ് ഓൺലി അതല്ല, ലേഡീസ് ഓൺലി കണ്ട അതിൽ ഏറ്റവും അധികം കമന്റ്സ് ഉണ്ടാവുക ജെൻസിന്റെ. ഇതൊരു ചെറിയ ട്രിക്കാണ്. അപ്പൊ ചെക്കന്മാരും കാണരുത്. ഓക്കെ, വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ വിളിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സ് കാണിക്കാനാണ്. അപ്പോൾ എന്നിൽ ഒരു ഡിസൈനർ ഉണ്ടെന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതിന്ന് റിവീൽ ചെയ്യാണ്. ഞാനൊരു 2 വർഷമായിട്ട് ഓൺലൈനായിട്ടൊരു ബൊട്ടിക് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസൈനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുട്ടികളുടെ ഡ്രസ്സും വലിയവരുടെ ഡ്രസ്സും എല്ലാം ചെയ്യുന്നതാണ്. ഓൾ ഇന്ത്യ പിന്നെ UAE എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊടുത്തയക്കാറുണ്ടായിരുന്നു ഡ്രസ്സ്. എൻ്റെ പേജിന്റെ പേര് പറയാല്ലേ, എൻ്റെ പേജ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഫേസ്ബുക്കിൽ നൂർസ് ഡിസൈൻ കൗച്ചർ, അതുപോലെ ഇൻസ്റ്റയിലും നൂർസ് ഡിസൈൻ കൗച്ചർ. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് ഓർഡേഴ്സ് വെച്ച് കസ്റ്റമേഴ്സിന് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ അതിൽ കൂടുതൽ ഇൻവോൾവ് ആയി. അപ്പം ഇപ്പം നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ കോവിഡിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു സെയിം പാറ്റേൺ ആണ്. സാരി മോഡൽ ഗൗണാണ്, സാരി പ്ലീറ്റ്സ് വരുന്ന ഗൗണ്. അപ്പോൾ ഇത് മുന്നേ ഞാൻ ചെയ്തത് ഒരു ഗ്രീൻ കളറിലാണ്. അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ ഇടാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഐഷ. ഐഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റായിട്ട് ഈ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവളുടെ കസിൻ എന്നോട് അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ എൻ്റെ മടി കളഞ്ഞ് ഇതിലേക്ക് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. ആളുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എൻ്റെ കുറേ തള്ളൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതൊരു നല്ല ഒരു ഷെയ്ഡാണ്.
ഏത് ഷെയ്ഡിലും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ നോർമൽ ഗൗൺ തന്നെയാണ്. പക്ഷെ ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബൊട്ടിക്സിലൊക്കെ ചെയ്യുന്ന മോഡൽ തന്നെയാണ്. സാരി പ്ലീറ്റ്സ് ആണ്, ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിലോട്ട് പ്ലീറ്റ്സ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സൂം ചെയ്യോ, കണ്ടോ? ഇവിടെ ജസ്റ്റ് ഒരു ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ട് പ്ലീറ്റ്സ് ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ ഈ സൈഡ് മൊത്തം ഹാൻഡ് വർക്കാണ്. നല്ല റോസ് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നത്, റെഡ് ഫ്ലവേഴ്സ്, റോസ് ഫ്ലവറിൻ്റെ മോഡല്, ഫുള്ള് സ്റ്റോൺ വർക്കാണ്. പിന്നെ ഈ ഡീറ്റെയിൽസ്. ഇത് നമ്മൾക്ക് ഒരു ബെൽറ്റാണ്, ഇത് റിമൂവബിൾ ബെൽറ്റാണ്. ഈ ബെൽറ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ടൈറ്റ് ഫിറ്റിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബെൽറ്റ് ഇല്ലെങ്കിലും കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ ഈ കസ്റ്റമറിന് ബെൽറ്റ് ഉള്ളതാണ് ഇഷ്ടം. ഇത് റിമൂവബിൾ ആണ്, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണ്ട. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാം. ഒന്ന് അടുത്തേക്ക് വന്നോ. ഇവിടെ ഫുള്ള് കണ്ടോ, പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് വരുന്ന ചെറിയ നിറയെ ഉള്ള പ്ലീറ്റ്സ് ആണ്. ഈ ബെൽറ്റിലും നമ്മൾ ഈ സെയിം വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന് മഫ്ത, മുസ്ലിം കുട്ടിയാണ്, മഫ്ത ഷോളും സെയിം ചെയ്തിട്ടുണ്ട്. അതിനും ഈ സെയിം വർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് ഇതിൻ്റെ മഫ്ത ഷോളിൻ്റെ നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ഭാഗം വരുന്ന അവിടേക്കും കറക്റ്റായിട്ട് സെയിം ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ കളർ തന്നെയാണ്. ഇത് ഏത് ഷെയ്ഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, സാധാരണ കാണുന്ന റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ അങ്ങനെ അല്ലാതെ പേസ്റ്റൽ കളേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇനി ഇതിൻ്റെ സ്ലീവിലും നല്ല ഹെവി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈ പോർഷൻ ഇവിടെ വരെയുള്ള ഒരു ഹാഫ് വരെയുള്ള പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്ലെയിൻ ആണ്. പിന്നെ അഗെയിൻ നമ്മുടെ ആ ലാസ്റ്റ് കാണുന്ന പോർഷൻ. അപ്പോൾ ഇതാണ് ആ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ള ലുക്ക്. ഇത് എൻ്റെ മെഷർമെൻ്റ് അല്ല, കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫിറ്റിങ്സ് കുറച്ച് പ്രശ്നമുണ്ട്. സ്ലീവൊക്കെ എനിക്ക് ലൂസാണ്. കസ്റ്റമർക്ക് ഇത് പക്ക കറക്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് ലുക്സും ഞാൻ കാണിച്ചു, ബെൽറ്റ് ഇട്ടിട്ടും ബെൽറ്റ് ഇടാതെയും. ബെൽറ്റ് ഇട്ടാൽ നല്ലൊരു ടൈറ്റ് ഫിറ്റിങ്സ് കിട്ടും. ഇത് കസ്റ്റമർക്ക് കറക്റ്റ് ആയിരിക്കും. എൻ്റെ എലഗന്റ് ലുക്കുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഇനി ചെയ്യുന്നവർക്ക്
ഏതും കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ കുട്ടിക്ക് ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഈ പാറ്റേൺ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. ചിലർക്ക് ചിലപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒന്നും ഇഷ്ടമുണ്ടാവില്ല, ഡിഫറെൻറ്റ് ഡിസൈൻ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി വീണ്ടും എന്റെ ഈ ഒരു ഇത് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതെ അതെ, ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ തരൂ. അപ്പൊ എന്റെ കയ്യൊപ്പ് പതിഞ്ഞ നല്ല നല്ല ഡിസൈൻസ് ചെയ്യാം. പ്രത്യേകിച്ചും കുട്ടികൾക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സെയിം മോം ബേബി കോമ്പോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സെയിം പാറ്റേൺ കുട്ടികൾക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ വലിയ ഫങ്ഷൻസ് പുറത്തില്ലെങ്കിൽ തന്നെയും വീട്ടില് ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്കും അമ്മയ്ക്കും സെയിം, ഞാനും ഹായ്ക്കുട്ടനും ചെറിയ മോൾക്കൊക്കെ സെയിം ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ മോം ബേബി കോംബോ ആയിട്ടും ചെയ്യും. അതല്ല മക്കൾക്ക് മാത്രം സിംഗിളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഏതാണെങ്കിലും നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യും. അപ്പം എല്ലാവരും മറക്കാതെ പേജ് പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇത് നമ്മളുടെ ഒരു സെൽഫ് പ്രൊവോ ആയിട്ട് കൂട്ടിയാൽ മതി. ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ചെറിയൊരു ഹോബി ആയിട്ട് കണ്ടാൽ മതി ഈ എപ്പിസോഡ്. പിന്നെ അപ്പൊ നമ്മുടെ ചാനലും വ്ളോഗൊന്നും ആരും മറക്കണ്ട, എല്ലാവരും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഇക്കാനെ കാണാണ്ട് വിഷമുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു. ഓ ഇത്രയും വിനയം വേണ്ട, വേണമെങ്കിൽ ഒന്ന് കാണിച്ചോ. ഓക്കെ, അപ്പോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് കൂടുതലൊരു എൻകറേജ്മെന്റ് ആണ്, ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരുടെയും കമന്റ്സ് കാണും. ഓക്കെ, ബൈ.